മെക്ഡ്രൈവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബജാജിൻ്റെ V15. അതെ, ഒരു ടൂ വീലറാണ്. ടൂ വീലറിൻ്റെ ചെയിനും സ്പ്രോക്കറ്റും എങ്ങനെ മാറാം എന്നാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ചെയിൻ കവർ അളക്കണം. എല്ലാം ബോൾട്ടാണ്, 10ൻ്റെ ബോൾട്ടാണ്. സൗകര്യത്തിന് വേണ്ടി ഈ ഗിയർ ലിവറും കൂടെ നമ്മൾ ഊരി മാറ്റുകയാണ്. ഇവിടെയാണ് എൻജിൻ ഡ്രൈവ് വരുന്നത്. ചെയിൻ്റെ സ്പ്രോക്കറ്റാണിത്. നമുക്കിത് ഇവിടെ ഒരു 4 mm ഒരു അലൻ കീ ഉപയോഗിച്ച് നമുക്കത് ഈസിയായിട്ട് ഇളക്കിയെടുക്കാം. നമുക്കൊരു ലിവറേജിന് വേണ്ടി ഒരു ടീയും കൂടെ ഇട്ട് പിടിക്കാം. ഇത് ഇളക്കിയെടുക്കണ്ട, ഒന്ന് മാക്സിമം ലൂസ് ചെയ്ത് വെച്ചാൽ മതി. ചെയിനിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ ഒന്ന് ലൂസ് ചെയ്ത് വെച്ചിട്ട് ചെയിൻ ഇടാം, എന്നിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ലോക്കുകളൊക്കെ ഒന്ന് നോത്ത് വയ്ക്കണം. 4 നെട്ടും ബോൾട്ടും കാണും, അതിൻ്റെ 4 ലോക്കും ഒന്ന് നോത്ത് വയ്ക്കുക. ഉണ്ട് 4 ലോക്ക് നോത്ത് വയ്ക്കുക. അതിനുശേഷം സ്പാനർ ഉപയോഗിച്ച് ഇളക്കുക. അടുത്ത 17ൻ്റെ നെറ്റുകൾ ഒന്ന് ലൂസ് ചെയ്ത് വയ്ക്കുക. രണ്ടെണ്ണത്തിന് കണക്കാക്കി ഒരു ലോക്കുണ്ട്. ഈ ലിങ്കേജും കൂടെ ഒന്ന് ഇളക്കണം. അതിന് നമുക്ക് ആക്സിൽ അങ്ങ് തള്ളി പ്രസ് ചെയ്ത് ചെറിയ ഹാമർ ചെയ്ത് നമുക്ക് ഇളക്കി എടുക്കാം.
ഇത് പൊക്കി കഴിഞ്ഞാൽ ടയറിഞ്ഞ് താഴെ വീഴും. ഇനി 4mm അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ലൂസ് ചെയ്ത് വെച്ച കൂടെ ഉരിഞ്ഞെടുക്കുക. അതായത് ലോക്ക് ഉണ്ടാവും, അത് സ്ലോട്ടിലോട്ട് കറക്കി വെച്ച് പുതിയ ചെയിനും സ്പ്രോക്കറ്റും വാങ്ങിയിട്ടുണ്ട്. ഇത് OEM സപ്ലൈ ചെയ്ത് തന്നെയാണ്, ഒറിജിനൽ തന്നെയാണ്. ഇതിന് ഏതാണ്ട് 1000 രൂപ, രണ്ടും കൂടെ 1000 രൂപയാണ് ഇതിനാകെ ചിലവ് വരുന്നത്. ഗ്രീസൊക്കെ ചെയ്ത് വെച്ചൊക്കെയാണ്, കൂടുതലൊന്നും ചെയ്യേണ്ട. പുതിയ സ്പ്രോക്കറ്റ് ഉണ്ട്. ഈ പല്ലുകൾ തേഞ്ഞാണ് സാധാരണ ചെയിൻ ലൂസാകുന്നത്. ചെയിൻ അടിയും നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ചെയിൻ സ്കിപ്പാവണമെന്ന് തോന്നുന്നത് ഈ പല്ലുകളെല്ലാം തേയ്മാനം വന്നിട്ട് സംഭവിക്കുന്ന സ്കിപ്പിങ്ങാണ്. ഇതാണ് ഇതിന് മുമ്പ് കിടന്നത്. നമുക്ക് രണ്ട് വ്യത്യാസം കാണാം. ഇതിൻ്റെ പല്ലുകൾ മുഴുവൻ തേഞ്ഞ് പോയിട്ടുണ്ട്. ഇതിപ്പോൾ ഏതാണ്ട് 30,000 കിലോമീറ്ററായി. ഇത് ഡ്രൈവറിൻ്റെ മികവ് കൊണ്ട് 30,000 കിലോമീറ്റർ ഓടിയതാണ്, അല്ലെങ്കിൽ ഇത്രയൊന്നും ഓടാറില്ല. കമ്പനി ഒരു 15,000, 20,000 അപ് ടു 20,000-നകത്ത് ഇത് മാറേണ്ടതാണ്. വളരെ നന്നായിട്ട് ഉപയോഗിച്ചതുകൊണ്ട് ഇത്ര നാൾ ഓടിയതാണ്. ഈ സ്ലോട്ടിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രസ് ചെയ്ത് വയ്ക്കുക. ഈ ലോക്കും അതുപോലെ ഇടുക. എന്നിട്ട് ലോക്ക് ഒന്ന് കറക്കി ലോക്ക് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് വണ്ടിയിൽ വെച്ച് സെറ്റ് ചെയ്യാം.
ത്രെഡ് ലോക്ക് ഇടണമെന്ന് നിർബന്ധമില്ല, ഇട്ടാൽ അത്രയും സേഫ്റ്റി. എല്ലാത്തിലും ഇതുപോലെ തന്നെ ത്രെഡ് ലോക്ക് ഇട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ഒരല്പം തുണി വയ്ക്കുകയാണ്. ഇത് നമ്മൾ ചെയിനിടുന്ന സമയത്ത് ചെയിനിൽ ഇതിലിരിക്കുന്ന മണ്ണാവാതിരിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ കാതലായ പൊസിഷനിൽ നമ്മളെങ്ങനെ ചെയിൻ ഇടുമെന്നാണ് കാണിക്കുന്നത്. ഇതാ ഒരു സൈഡിൽ നിന്ന് ഇടുക, ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുക. ഈ കാണുന്ന മാർക്ക് നോക്കി ചെയിൻ ടൈറ്റ് ചെയ്യണം. അതായത് രണ്ട് സൈഡും ഉണ്ട്. ഈ സൈഡിലെ വരയുടെ ഡിസ്റ്റൻസ് നോക്കി, ഈ മാർക്ക് ചെയ്തേക്കുന്ന ഡിസ്റ്റൻസ് നോക്കി, മറു സൈഡിലും അതുപോലെ ഉണ്ട്. രണ്ടും അതുപോലെ ടൈറ്റ് ചെയ്യണം. മറ്റൊരു വാഹനത്തിൻ്റെ വിശേഷവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.